നമസ്കാരം കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സ്റ്റേ സേഫ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ കഴിഞ്ഞ മാസം ഒരാൾ എന്നെ വിളിക്കുകയുണ്ടായി. എൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത് തന്നെ എനിക്ക് പല കോളും വരാറുണ്ട്. അപ്പം അതിലൊരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ്, ആൾ ഖത്തറിന് പോകാൻ വേണ്ടിയിട്ട് മെഡിക്കൽ എടുക്കുകയുണ്ടായി. അപ്പോൾ അയാൾക്ക് സിഫിലിസ് പോസിറ്റീവ് കാണിച്ചു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, സിഫിലിസ് പോസിറ്റീവ് കാണിച്ചാൽ നമ്മൾ അതിൻ്റെ VDRLൻ്റെ ഡയലൂഷനും TPHം കൂടി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നോക്കിയപ്പോൾ ആൾക്ക് 1:32 ആണ് വാല്യൂ. സിഫിലിസിൻ്റെ ബോർഡറിൽ നമുക്കറിയാം 1:8 ആണ്, അയാൾക്ക് 1:32 ആയിരുന്നു. എന്നിട്ട് അയാളെ ഞാൻ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ജ്യോതി സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുത്തി അയാളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുപ്പിച്ചു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇയാൾ ഈ മെഡിക്കൽ എടുക്കുന്നതിന് ഒരു മാസം മുമ്പ് അയാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു അംഗീകൃത ബ്ലഡ് ബാങ്കിലാണ് ഡൊണേറ്റ് ചെയ്തത്. അപ്പം അയാൾ ആ ബ്ലഡ് കൊടുത്ത ആൾക്കും ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബ്ലഡ് 4 പേർക്കായിരിക്കും മിക്കവാറും കൊടുക്കുകയുണ്ടാവുക. 4 പേരുടെ ശരീരത്തിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഈ 4 പേർക്കും അയാൾ കാരണം സിഫിലിസ് പോസിറ്റീവായിട്ടുണ്ടാവും. കാരണം ഇത് ബ്ലഡിൻ്റെ ഘടകം വഴി ആയത് കാരണം തന്നെ നമുക്കറിയാം, ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് എമർജൻസി പേഷ്യൻസിനായിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സർജറി ചെയ്യുന്ന ആളുകൾക്കായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ആൾക്കാർക്കായിരിക്കും കൊടുക്കുക. ഈ 4 പേർക്കും അയാളുടെ അസുഖം പകർന്നു കൊടുത്തു എന്നറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഷോക്ക്ഡായി. കാരണം ഇതിനു മുമ്പ് ഇതുപോലെ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നി. ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് സൗജന്യമായിട്ട് HIV, മലേറിയ, സിഫിലിസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B, C എന്നീ രോഗങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൽ കാർഡ് ടെസ്റ്റാണോ അതോ കൺഫർമേറ്ററി ടെസ്റ്റാണോ അവർ സ്ക്രീനിങ്ങിന് വേണ്ടി ചെയ്യുന്നതൊന്നും നമുക്കറിയില്ല. സ്ക്രീനിങ് ടെസ്റ്റുകൾ മിക്കവാറും എല്ലാം തന്നെ കാർഡ് ടെസ്റ്റ് ആയിരിക്കാൻ അല്ലെങ്കിൽ റാപ്പിഡ് ടെസ്റ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പം അതിൽ നിന്ന് തന്നെ എല്ലാ സാമ്പിൾസിലും അവർ ഈ ടെസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്നും എനിക്ക് ഉറപ്പില്ല. അല്ലെങ്കിൽ കാർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ റാപ്പിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഫോൾസ് പോസിറ്റീവ് അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവ് വരാറുമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബ്ലഡ് ഡൊണേഷൻ്റെ സമയത്ത് ഒരു സമ്മതപത്രം ഒപ്പിട്ട് കൊടുക്കുമല്ലോ, അപ്പോൾ അതിൽ നമ്മൾ ടിക്ക് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബ്ലഡ് ബാങ്കിലും ഓരോ രീതിയിലായിരിക്കും അവർ ഇത് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നത്. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഈ ലൈംഗിക രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ, അല്ലെങ്കിൽ ലൈംഗിക രോഗം ടെസ്റ്റ് ചെയ്യുന്നതിന് ഒരു പോംവഴിയാണോ നമ്മൾ ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം എന്താ അതിൻ്റെ ആൻസർ എന്ന് പറയാനായിട്ട് സിമ്പിളാണ്. നിങ്ങൾക്ക് ഒന്നിലധികം പങ്കാളികളോ അല്ലെങ്കിൽ നിങ്ങൾ സുരക്ഷിതമല്ലാത്ത ലൈംഗികത്തിൽ ഏർപ്പെടുത്തുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ രക്തം ഡൊണേറ്റ് ചെയ്യുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. അത് എന്താണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ആ രക്തം സ്വീകരിക്കുന്ന ആളുകളിലേക്കും പകരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ റിസ്ക് ഉള്ള ആളാണെങ്കിൽ രക്തപരിശോധനകൾ നടത്തി നിങ്ങൾക്ക് അസുഖമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം രക്തം ദാനം ചെയ്യുക. ലബോറട്ടറിയിലും ഇതുപോലെ ബ്ലഡ് ബാങ്കിലൊക്കെ തെറ്റുപറ്റിയേക്കുക, എന്നാൽ നിങ്ങളുടെ മനസാക്ഷിക്ക് ഒരിക്കലും തെറ്റുപറ്റരുത്. നമ്മൾ കാരണം ഒരാൾക്കൊരു അസുഖം വരരുത്. അപ്പോൾ ഫ്രീ ആയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗമായിട്ട് ആരും ബ്ലഡ് ഡൊണേഷനെ കാണുകയും ചെയ്യരുത്. കാരണം ജ്യോതിഷ പുലരി കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് ലൈംഗിക രോഗ നിർണ്ണയവും ചികിത്സയൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ലഭ്യമാണ്. അപ്പോൾ ആ വഴി തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഒന്നിലധികം പങ്കാളികളോ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധമോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 3 മാസത്തിലൊരിക്കൽ ലൈംഗിക രോഗ നിർണ്ണയം നടത്തുക, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലെങ്കിലും ചെയ്തിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെയുള്ള ലൈംഗിക രോഗമൊന്നും ഇല്ല എന്ന് പൂർണ്ണമായി ഉറപ്പുണ്ടെങ്കിൽ മാത്രം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. പിന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം എന്താ പറയുക, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് ഒക്കെ ചെയ്തത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയാണ്. നാക്കോയിൻ്റെ അല്ലെങ്കിൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ നിർദ്ദേശങ്ങളാണ് നമ്മുടെ കെസാക്സും പിന്തുടരുന്നത്. ബ്ലഡ് സ്റ്റോറേജ് സെൻറ്ററുകൾ അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള വലിയൊരു ശൃംഖല തന്നെ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അതിപ്പോൾ സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ബ്ലഡ് ബാങ്ക് ഉണ്ടാവും. ഓരോ 3 മാസത്തിലൊരിക്കൽ ആർക്കും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. 16 മുതൽ 60 വയസ്സ് വരെ പ്രായവും 45 കിലോയിലധികം ഭാരവുമുള്ള ഏതൊരു ആരോഗ്യവാനായ മനുഷ്യനും അംഗീകൃത രക്തബാങ്കുകൾ വഴി രക്തം ദാനം ചെയ്യാം. ദാനത്തിലൂടെ ചുവന്ന രക്താണുക്കളുടെ അറിവ് ക്രമീകരിക്കപ്പെടുകയും കരൾ സാധ്യതയൊക്കെ കുറയുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിലുള്ള രക്തദാനം നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. 10 മുതൽ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു 350 അല്ലെങ്കിൽ 450 മില്ലി രക്തം കൊണ്ട് നിങ്ങൾ 4ഓളം
ജീവനുകളാണ് രക്ഷിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ. എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും റിസ്ക് ഏർപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ടെസ്റ്റ് ചെയ്ത് രോഗനിർണയം നടത്തി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഇപ്പം അവർ എല്ലാ ബ്ലഡ് ബാങ്കിലും എല്ലാ ആളുകളും ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ, അത് കൺഫർമേറ്ററി ടെസ്റ്റാണോ അവിടെ കാണിക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നെ ഇപ്പം ഇങ്ങനെ ഒരാൾ വിളിച്ചതുകൊണ്ട് എനിക്ക് ആ അറിവ് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വെച്ചത്. അപ്പോൾ എല്ലാവരും ആരോഗ്യവാനായിരിക്കുന്ന എല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. ഒരു ജീവൻ രക്ഷിക്കുന്നതിന് നമ്മുടെ പങ്ക് നല്ലതാണ്. പക്ഷേ അതൊരു മറ്റുള്ളവർക്കൊരു മോശമായിട്ട് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട്, ഇറ്റ്സ് മീ അനൂപ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റേ സേഫ് ചാനൽ. ബൈ.